കടലക്കറി ഉണ്ടാക്കുമ്പോൾ പലർക്കുള്ള പ്രശ്നമാണ് മസാല കുത്തുന്ന പ്രശ്നം അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കടല സോക്ക് ചെയ്തത് ഇതുപോലെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. 2 സവോള, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ തക്കാളി ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് രണ്ടും 1/4 ടീസ്പൂൺ വീതം മതി. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം 2 വിസിൽ വരുന്നവരെ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കും. എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. കുറച്ച് കടല നന്നായിട്ട് കുത്തി ഉടച്ചോളൂ. അപ്പോൾ കുറച്ചൊരു തിക്നെസ് വരും കേട്ടോ. ഇത് ഭയങ്കര തിക്കായിട്ടുള്ള കടലക്കറി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അരിപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് കടുക് പൊട്ടിച്ച് ഒഴിച്ചിട്ട് കറിവേപ്പില ചേർത്തിട്ട് ഈ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ മതി. കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മല്ലിപ്പൊടി ചേർക്കാണ്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.